ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം. ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം നീട്ടുവാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? യെസ്. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യം മറ്റൊന്നാണ്. അൾത്താരയിൽ അലങ്കരിക്കുന്ന പൂക്കളാണ് എൻ്റെ മനസ്സിലേക്ക് ദൈവം ഇന്ന് തന്നത്. അൾത്താരയിൽ നമ്മൾ 1000-ഉം 10,000-ങ്ങളും മുടക്കി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുമ്പോൾ സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കും, 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ഈ പൂക്കൾ ഇത്രമാത്രം പണം നൽകി അലങ്കരിക്കുന്നതിനേക്കാൾ ഒരു പാവപ്പെട്ട കുഞ്ഞിനെ വിവാഹം ചെയ്ത് അയക്കുന്നതല്ലേ നല്ലത് എന്ന് സാധാരണക്കാരായി നമ്മൾ ചിന്തിച്ചു പോകാം. എന്നാൽ തമ്പുരാൻ ഇന്നൊരു പുതിയ ബോധ്യമാണ് എനിക്കതിലൂടെ നൽകിയത്. നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തയക്കാൻ ഈ പൂക്കൾ അലങ്കരിക്കുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ, സഹോദരരെ, ഏതോ കർഷകൻ ഏതോ നാട്ടിൽ വിത്ത് വിതച്ച് പുഷ്പങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ പാകമാകുന്ന പുഷ്പങ്ങൾ അടർത്തി ഹോൾസെയിൽ ഡീലറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന പണം ഉപയോഗിച്ച് ഈ കർഷകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും വിവാഹവും എല്ലാം നടത്തി കൊടുക്കുന്നുണ്ട്. ഈ ഹോൾസെയിൽ ഡീലറുടെ അടുത്ത് പോയി പുഷ്പങ്ങൾ വാങ്ങുന്ന റീറ്റെയിൽ ഷോപ്പുകാരനും ഇതുതന്നെയാണ് ചെയ്യുന്നത്. അവനും പണം നൽകുമ്പോൾ ഈ ഹോൾസെയിൽ ഡീലറുകാർ ഈ പണം ഉപയോഗിച്ചാണ് അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത്. അതിലൂടെ തൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസവും തൻ്റെ മക്കൾക്ക് വിവാഹവും എല്ലാം ചെയ്തു കൊടുക്കാൻ ഈ പണം ഉപകരിക്കുന്നുണ്ട്. ഈ റീറ്റെയിൽ ഷോപ്പുകാരുടെ അടുത്ത് പോയി പൂക്കൾ വാങ്ങുന്ന നമ്മളും അവന് പണം കൊടുക്കാറുണ്ട്. ഈ പണം ഉപയോഗിച്ച് അവനും അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും വിവാഹവും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പൂക്കൾ ദൈവസന്നിധിയിൽ അൾത്താരയിലെത്തുന്നത്. സ്നേഹമുള്ളവരെ, ഈ മനോഹരമായി സിസ്റ്റേഴ്സ് അലങ്കരിച്ചു വെക്കുന്ന ഈ പൂക്കൾ അനേകം മനുഷ്യരുടെ മനസ്സ് കുളിർമയേകുന്നുണ്ട്. സർവോപരി ആ പൂക്കൾ ദൈവസന്നിധിയിൽ 3 ദിവസം ദൈവത്തോടായിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവ പുറത്താക്കപ്പെടുന്നത്. നമുക്കൊരു നിമിഷം ചിന്തിക്കാം, നമ്മളെങ്ങനെയാണ് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം നമ്മൾ ഈ പൂക്കൾ വാങ്ങിയില്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് പണം എങ്ങനെ ലഭിക്കും? ദൈവത്തിൻ്റെ വലിയ ഒരു പ്ലാനും പദ്ധതിയും തന്നെയാണിത്. സർവോപരി ഈ പൂക്കൾ ദൈവസന്നിധിയിൽ 3 ദിവസം ഇരുന്നതിന് ശേഷമാണ്, ദൈവത്തോടൊപ്പമായിരുന്നതിന് ശേഷമാണ് പുറത്താക്കപ്പെടുന്നത്. നമ്മളിൽ നമ്മുടെ സമയം ദൈവസന്നിധിയിൽ എത്ര മണിക്കൂർ ചെലവഴിക്കുന്നുണ്ട്? നാം എത്ര സമയം ദൈവത്തോടായിരിക്കുന്നുണ്ട്? നമുക്കൊരു നിമിഷം ചിന്തിക്കാം.